Good morning. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്താണ് നമ്മൾ നിർത്തിയത്. 2.3 അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ്. ഈ സെക്ഷൻ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് ആർ. വീണ്ടും ഇതില് തുടക്കത്തിലെ ഡെഫിനിഷൻസ് നിങ്ങൾക്ക് പേരിൽ നിന്ന് തന്നെ എളുപ്പം മനസ്സിലാക്കാവുന്നതാണ്. ബൗണ്ടഡ് ആൻഡ് അൺബൗണ്ടഡ് സെറ്റ്സ്. പേര് കേൾക്കുമ്പോൾ തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അതിന് ക്ലിയർ ആയി മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ബൗണ്ടഡ് ആണ് എന്ന് പറഞ്ഞാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഉണ്ട്. അതിന്റെ ഉള്ളിൽ ഒരു ഡെഫിനിറ്റ് റേഞ്ചിന് ഉള്ളിൽ നിൽക്കുന്ന സെറ്റ് ആണ്. അതല്ലേ മനസ്സിലേക്ക് വരുന്ന കൺസെപ്റ്റ്. അത് തന്നെയാണ് അതിന്റെ ഡെഫിനിഷൻ വരുന്നത്. Given a non-empty set S subset of R, the set S is said to be bounded above if there exists a number U element of R such that S less than or equal to U for every S element of S. അതായത് ഒരു എലമെന്റ് യുവിനെ ഒരു സെറ്റിന്റെ അപ്പർ ബൗണ്ട് എന്ന് പറയണമെങ്കിൽ ആ സെറ്റിലെ എല്ലാ എലമെന്റ്സും യുവിനേക്കാൾ ചെറുതായിരിക്കണം. യു ടേക്ക് എനി സ്മോൾ എസ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എസ്, എസ് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു. ഇങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റിയൽ നമ്പർ യു ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സെറ്റിന്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത്. അപ്പർ ബൗണ്ടിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം യു എലമെന്റ് ഓഫ് ആർ എന്നാണ്, യു എലമെന്റ് ഓഫ് എസ് എന്നല്ല. അതായത് ഒരു സെറ്റിന്റെ അപ്പർ ബൗണ്ട് ആ സെറ്റിൽ തന്നെ ഉണ്ടായിരിക്കണമെന്നില്ല. ഏത് റിയൽ നമ്പറിനും സെറ്റിന്റെ അപ്പർ ബൗണ്ട് ആകാം. അത് ഈ സെറ്റിലെ മെമ്പർ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ ഡെഫിനിഷൻ എഴുതുമ്പോൾ പലപ്പോഴും ആ കൺസെപ്റ്റ് മനസ്സിലാക്കാതെ എഴുതുന്നത് കൊണ്ടാണ് തെറ്റിപ്പോകുന്ന ഒരു പോയിന്റ് ആണിത്. യു എലമെന്റ് ഓഫ് എസ് എന്ന് എഴുതും. യു എലമെന്റ് ഓഫ് എസ് അല്ല, യു ഇസ് എനി റിയൽ നമ്പർ. ഇപ്പൊ ഡെഫിനിഷൻ എഴുതുമ്പോൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ് അത് കേട്ടോ. യു എലമെന്റ് ഓഫ് ആർ എന്നാണ്, യു എലമെന്റ് ഓഫ് എസ് ആവണമെന്ന് ഇല്ല. അങ്ങനത്തെ എക്സാമ്പിൾസും നമുക്ക് എക്സാമ്പിൾസിലേക്ക് കടക്കുമ്പോൾ കാണാം. അപ്പർ ബൗണ്ട് ഉണ്ട്, പക്ഷെ അത് ഈ സെറ്റിലെ മെമ്പർ അല്ല. അങ്ങനെ സംഭവിക്കാം, അതിന് ഒരു ഇഷ്യൂസും ഇല്ല. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഒരു എലമെന്റ് ഡബ്ല്യുവിനെ ലോവർ ബൗണ്ട് എന്ന് പറയണമെങ്കിൽ സെറ്റിലെ എല്ലാ എലമെന്റ്സും ഡബ്ല്യുവിനേക്കാൾ വലുതായിരിക്കണം. ടെക്നിക്കൽ ഡെഫിനിഷൻ എങ്ങനെ പറയാം? The set S is said to be bounded below if there exists a number W element of R such that W less than or equal to S for every S element of S. In this case, we say that W is the lower bound of S. U is the upper bound and W is the lower bound. Okay. Given a set, if it is both bounded above and bounded below, രണ്ട് ബൗണ്ടുകളും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ such sets are called bounded sets. ഇപ്പൊ ഒരു സെറ്റ് ബൗണ്ടഡ് ആണ് എന്ന് പറയണമെങ്കിൽ അത് ബൗണ്ടഡ് എബവും ആയിരിക്കണം, ബൗണ്ടഡ് ബിലോയും ആയിരിക്കണം. രണ്ട് സൈഡിലും ബൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സെറ്റുകളെയാണ് നമ്മൾ ബൗണ്ടഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ബൗണ്ട് ഇല്ല എങ്കിൽ അത് അൺബൗണ്ടഡ് സെറ്റ് ആണ്. അതായത് അപ്പർ ബൗണ്ട് ഉണ്ട് പക്ഷെ ലോവർ ബൗണ്ട് ഇല്ല. അത് ബൗണ്ടഡ് സെറ്റ് ആവോ? ഇല്ല. രണ്ട് ബൗണ്ടുകളും വേണം എങ്കിൽ മാത്രമേ നമുക്ക് ആ സെറ്റിനെ ബൗണ്ടഡ് സെറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. An unbounded set can be bounded above. Okay, bounded above ആണ് പക്ഷെ അൺബൗണ്ടഡ്. അങ്ങനെ സംഭവിക്കാം. സേ ഫോർ എക്സാമ്പിൾ ഞാൻ നെഗറ്റീവ് ഇന്റിജേഴ്സ് എടുക്കുന്നു എന്ന് വിചാരിക്കുക. അത് ബൗണ്ടഡ് എബവ് ആണ് അല്ലെ. നെഗറ്റീവ് ഇന്റിജേഴ്സ് ഒക്കെ സീറോയിന് താഴെയാണെന്ന് പറയാലോ. സോ നെഗറ്റീവ് ഇന്റിജേഴ്സ് ആർ ബൗണ്ടഡ് എബവ് ബൈ സീറോ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷെ അതിനൊരു ലോവർ ബൗണ്ട് ഉണ്ടോ? എത്ര ചെറിയ നമ്പർ എടുത്താലും അതിനേക്കാൾ വീണ്ടും താഴേക്ക് പോകുന്ന നെഗറ്റീവ് ഇന്റിജേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ അത് ബൗണ്ടഡ് ബിലോ അല്ല. ബൗണ്ടഡ് ബിലോ അല്ല, ബൗണ്ടഡ് എബവ് ആണ്. അതുകൊണ്ട് ആ സെറ്റ് അൺബൗണ്ടഡ് ആണ്. എന്തുകൊണ്ടാണ് അൺബൗണ്ടഡ് ആയത്? ബൗണ്ടഡ് ബിലോ അല്ല. ഇതേപോലെ തിരിച്ച് ബൗണ്ടഡ് എബവ് അല്ല പക്ഷെ ബൗണ്ടഡ് ബിലോ ആണ്. അങ്ങനെ വന്നാലും ആ സെറ്റ് അൺബൗണ്ടഡ് എന്നുള്ള കാറ്റഗറിയിലാണ് പെടുക. അപ്പൊ ബൗണ്ടഡ് എന്ന് പറയണമെങ്കിൽ അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും രണ്ടും എക്സിസ്റ്റ് ചെയ്യണം. ക്ലിയർ ആണല്ലോ അല്ലെ. ഇപ്പൊ 4 ഡെഫിനിഷൻസ് ആണ് നമ്മൾ കണ്ടത്. ബൗണ്ടഡ് എബവ്, അതിൽ നിന്ന് നമുക്ക് അപ്പർ ബൗണ്ട് കിട്ടുന്നു. ബൗണ്ടഡ് ബിലോ, അതിൽ നിന്ന് ലോവർ ബൗണ്ട് കിട്ടുന്നു. ബൗണ്ടഡ് സെറ്റ്, അൺബൗണ്ടഡ് സെറ്റ്. ഇനി അടുത്ത ഡെഫിനിഷൻ സുപ്രീമം. ഈ വാക്കൊരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ അതിന്റെ ഒരു ടെക്നിക്കൽ ഡെഫിനിഷൻ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ടാവണമെന്നില്ല. സുപ്രീമം എന്ന് പറയുമ്പോൾ അപ്പർ ബൗണ്ട് എന്നുള്ള അതേ ഒരു കൺസെപ്റ്റ് ആയിരിക്കാം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പർ ബൗണ്ട് ആണ്, പക്ഷെ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള കണ്ടീഷൻ ആണ് സുപ്രീമത്തിന് വേണ്ടത്. ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട്, അതിനെയാണ് നമ്മൾ സുപ്രീമം എന്ന് വിളിക്കുന്നത്. The technical definition is, let S be a non-empty subset of R. If S is bounded above, then a number U is called the supremum of S
If it satisfies the conditions, U is an upper bound of S, and if V is any upper bound of S, then V less than or equal to U. Okay. ഇപ്പൊ യു സുപ്രീമം ആവണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, യു ഒരു അപ്പർ ബൗണ്ട് ആയിരിക്കണം. രണ്ട്, യു ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട് ആയിരിക്കണം. ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട് ആയിരിക്കണം എന്നുള്ളതിനെയാണ് നമ്മൾ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഏത് അപ്പർ ബൗണ്ട് വി എടുത്താലും ആ വി എന്ന് പറയുന്നത് യുവിനേക്കാൾ വലുതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? യു ആണ് ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട്. ഓക്കെ. അപ്പൊ സുപ്രീമം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ സുപ്രീമം ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ, ഒരു പെർട്ടിക്കുലർ നമ്പർ ഒരു പെർട്ടിക്കുലർ സെറ്റിന്റെ സുപ്രീമം ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് കാണിക്കേണ്ടത്. ഒന്ന്, അത് അപ്പർ ബൗണ്ട് ആണ് എന്ന് കാണിക്കണം. രണ്ട്, ഏത് അപ്പർ ബൗണ്ട് എടുത്താലും അത് ഇതിനേക്കാൾ ചെറുതോ ഈക്വലോ ആണ് എന്ന് കാണിക്കണം. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് സുപ്രീമം ആണ് എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടത്. ഡെഫിനിഷൻ ക്ലിയർ ആണല്ലോ അല്ലെ? സുപ്രീമത്തിന് തന്നെ നമുക്ക് വേറൊരു പേര് പറയുന്നതാണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട്, LUB, സ്മോൾ ലെറ്റേഴ്സ് LUB എന്നുള്ള നൊട്ടേഷനും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓർ സുപ്രീമം. കണ്ടീഷൻസ് എന്തൊക്കെയാണ്? അപ്പർ ബൗണ്ട് ആയിരിക്കണം, സ്മോളസ്റ്റ് അപ്പർ ബൗണ്ട് ആയിരിക്കണം. ദാറ്റ് ഈസ് ഗിവൻ എനി അപ്പർ ബൗണ്ട് V, it will be less than or equal to U. ഓക്കെ. അടുത്ത ഡെഫിനിഷൻ, ഇപ്പൊ സുപ്രീമം പറഞ്ഞപ്പോ അപ്പർ ബൗണ്ടിനെ ബേസ് ചെയ്ത് സുപ്രീമം പറഞ്ഞ ലോവർ ബൗണ്ടിന് ഒരാൾ വേണ്ടേ? അതാണ് ഇൻഫിമം. ഇൻഫിമം എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. ഓക്കെ, GLB എന്നും നമുക്കതിന് പറയാം. ഡെഫിനിഷൻ എന്തായിരിക്കും? ഒരു നമ്പർ ഡബ്ല്യുവിനെ നമ്മൾ ഇൻഫിമം എന്ന് പറയണമെങ്കിൽ ഡബ്ല്യു ഒരു ലോവർ ബൗണ്ട് ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ വിൽ ബി ഡബ്ല്യു ആയിരിക്കണം ഏറ്റവും വലിയ ലോവർ ബൗണ്ട്. അതായത് ഏത് ലോവർ ബൗണ്ട് ടി തന്നാലും ദാറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു. ഓക്കെ. സോ ഇഫ് S is a set which is bounded below, then a number W is said to be the infimum or greatest lower bound. If it satisfies, W is a lower bound of S. If T is any lower bound of S, then T less than or equal to W. Okay. ഈ ഡെഫിനിഷൻ സുപ്രീമത്തിന്റെയും ഇൻഫിമത്തിന്റെയും പറഞ്ഞപ്പോ അവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? സുപ്രീമത്തിന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോ യെസ് ഇഫ് S is a set which is bounded above എന്ന് പറഞ്ഞു. എന്നിട്ടാണ് സുപ്രീമം ഡിഫൈൻ ചെയ്തത്. അതെന്തുകൊണ്ടാണ്? സുപ്രീമം എന്ന് പറയുന്നത് ലോവസ്റ്റ് അപ്പർ ബൗണ്ട് ആണ് അല്ലെ? അപ്പൊ ബൗണ്ടഡ് എബവ് ആണെങ്കിൽ അല്ലേ ഒരു അപ്പർ ബൗണ്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ മാത്രമല്ലേ ഈ ഡെഫിനിഷൻ അവിടെ മീനിങ് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് സുപ്രീമത്തിന്റെ ഡെഫിനിഷനിൽ ബൗണ്ടഡ് എബവ് എന്നുള്ള വാക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഫിമത്തിലേക്ക് വരുമ്പോ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണ് അല്ലെ? ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റണമെങ്കിൽ ഒരു ലോവർ ബൗണ്ട് ഉണ്ടാവണം അല്ലെ? ലോവർ ബൗണ്ട് ഉണ്ടാവുന്ന സെറ്റുകളെയാണ് നമ്മൾ ബൗണ്ടഡ് ബിലോ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫിമത്തിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ എപ്പോഴും അതിന്റെ കൂടെ എന്തുണ്ടാവും? S at S which is bounded below എന്നുള്ള ഫ്രേസ് അതിന്റെ കൂടെ ഉണ്ടാവണം. ഇപ്പൊ സുപ്രീമം ആണെങ്കിൽ ബൗണ്ടഡ് എബവ് ആയിട്ടുള്ള സെറ്റുകൾക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇൻഫിമം ആണെങ്കിൽ അത് ബൗണ്ടഡ് ബിലോ ആയിട്ടുള്ള സെറ്റുകൾക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്. രണ്ട് ഡെഫിനിഷൻസും ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി ഒരു സെറ്റ് തന്നാൽ അതിന് എത്ര അപ്പർ ബൗണ്ട് വേണമെങ്കിലും ഉണ്ടാവാം. നിർബന്ധമല്ല, പക്ഷെ ഉണ്ടാവാം. എത്ര അപ്പർ ബൗണ്ട് വേണമെങ്കിലും ഉണ്ടാവാം. അതുപോലെ എത്ര ലോവർ ബൗണ്ട് വേണമെങ്കിലും ഉണ്ടാവാം. പക്ഷെ സുപ്രീമവും ഇൻഫിമവും യുണീക്ക് ആയിരിക്കും. എത്ര അപ്പർ ബൗണ്ട് വേണമെങ്കിലും ഉണ്ടാവാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ സെറ്റ് 1, 2, 3 ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കും. എന്റെ സെറ്റ് S എന്ന് പറയുന്നത് 1, 2, 3 ഒരു ബൗണ്ടഡ് സെറ്റ് ആണ്. ഇതിന്റെ അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നുകിൽ 3 അല്ലെങ്കിൽ 4 എന്നുള്ള ആൻസർ ആയിരിക്കും ആദ്യം വരുന്നത്. ശരിയാണ്, 3 അപ്പർ ബൗണ്ട് ആണ്. 4ഉം അപ്പർ ബൗണ്ട് ആണ്. യു ടേക്ക് എനി റിയൽ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, ഇറ്റ് ഈസ് ആൻ അപ്പർ ബൗണ്ട് അല്ലെ? ഏത് റിയൽ നമ്പർ 3നേക്കാൾ വലിയ ഏത് റിയൽ നമ്പർ എടുത്താലും അത് സെറ്റ് 1, 2, 3യുടെ ഒരു അപ്പർ ബൗണ്ട് ആണ്. കാരണം അതിനേക്കാൾ വലിയ ഏത് റിയൽ നമ്പർ എടുത്താലും 1ഉം 2ഉം 3ഉം സെറ്റിലെ എലമെന്റ്സ് അവര് ആ റിയൽ നമ്പറിനേക്കാൾ ചെറുതാണ്. ഓക്കെ. അപ്പോ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് ഒരു അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ ആ അപ്പർ ബൗണ്ടിന് മുകളിലേക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും അപ്പർ ബൗണ്ടുകളാണ്. അപ്പൊ അപ്പർ ബൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യുണീക്ക് അല്ല. ഇൻഫിനിറ്റ്ലി മെനി അപ്പർ ബൗണ്ട്സ് ഉണ്ടാവും. ഓക്കെ. പക്ഷേ സുപ്രീമം യുണീക്ക് ആണ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അതുപോലെ തന്നെ ലോവർ ബൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ L അല്ലെങ്കിൽ W ഒരു ലോവർ ബൗണ്ട് ആണെങ്കിൽ ഡബ്ല്യുവിന് താഴോട്ടുള്ള ഏത് റിയൽ നമ്പർ എടുത്താലും അതൊക്കെ ലോവർ ബൗണ്ട്സ് ആണ്. കാരണം സെറ്റിലെ എലമെന്റ്സ് ഒക്കെ ഡബ്ല്യുവിനേക്കാൾ വലുതാണ്.
ഡബ്ല്യുവിന് താഴെയുള്ള ഏത് റിയൽ നമ്പർ എടുത്താലും സെറ്റിലെ എലമെന്റ്സ് ഒക്കെ ആ നമ്പറിനേക്കാളും വലുതായിരിക്കും. അപ്പൊ ലോവർ ബൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യുണീക്ക് അല്ല എന്ന് മാത്രമല്ല, ഇൻഫിനിറ്റ്ലി മെനി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇൻഫിമം യുണീക്ക് ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് സുപ്രീമവും ഇൻഫിമവും ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ആർ യുണീക്ക് എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതെങ്ങനെ ചെയ്യാം? എന്ത് കാര്യവും യുണീക്ക് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ടെക്നിക്ക് യൂസ് ചെയ്യാം എന്നാണ് ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്ത് ടെക്നിക്ക് യൂസ് ചെയ്യാം? യുണീക്ക് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ രണ്ടെണ്ണം ഉണ്ട് എന്ന് വിചാരിക്കുക. രണ്ടെണ്ണം ഉണ്ട് എന്ന് വിചാരിച്ച് പ്രൊസീഡ് ചെയ്യുമ്പോൾ അത് രണ്ടും ഈക്വൽ ആണ് എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മൾ യുണീക്നെസ് മിക്ക കേസുകളിലും പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു നോൺ എംപ്റ്റി സെറ്റ് എസ് എടുക്കാം. അത് ബൗണ്ടഡ് എബവ് ആണ് എന്ന് വിചാരിക്കാം. ആ സെറ്റിന്റെ സുപ്രീമം ആണ് യുവും യു ഡാഷും. രണ്ട് സുപ്രീമം ഉണ്ട് സെറ്റ് എസിന്. രണ്ട് സുപ്രീമം ഉണ്ട്, യു ഒരു സുപ്രീമം, യു ഡാഷ് വേറൊരു സുപ്രീമം എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, സുപ്രീമത്തിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് എനിക്ക് എന്ത് പറയാം? ഈ യു എന്ന് പറയുന്നത് ഒരു അപ്പർ ബൗണ്ട് ആണ് എന്ന് പറയാം അല്ലെ. സുപ്രീമം ആവണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ അത് അപ്പർ ബൗണ്ട് ആണ് എന്നുള്ളതാണ്. ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആവണമെന്നുള്ളത് സെക്കൻഡ് കണ്ടീഷൻ. അതുപോലെ തന്നെ യു ഡാഷും എന്താണ്? ഒരു അപ്പർ ബൗണ്ട് ആണ്. സുപ്രീമത്തിന്റെ ഡെഫിനിഷനിലെ ഫസ്റ്റ് കണ്ടീഷൻ ആണ്. യു സുപ്രീമം ആണ് എന്നുള്ള പ്രോപ്പർട്ടിയും യു ഡാഷ് അപ്പർ ബൗണ്ട് ആണ് എന്നുള്ള പ്രോപ്പർട്ടിയും കൺസിഡർ ചെയ്യാം. സുപ്രീമത്തിന്റെ സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് എന്താണ്? ഏത് അപ്പർ ബൗണ്ട് എടുത്താലും അത് സുപ്രീമത്തിനേക്കാൾ ചെറുതായിരിക്കണം. ഓക്കെ, അപ്പൊ യു സുപ്രീമം ആണ്, യു ഡാഷ് അപ്പർ ബൗണ്ട് ആണ്. അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? യു ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു എന്ന് പറയാം അല്ലെ. ഇനി ഇതുപോലെ തന്നെ തിരിച്ച് യു ഡാഷ് സുപ്രീമം ആണ്, യു അപ്പർ ബൗണ്ട് ആണ്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? ഏത് അപ്പർ ബൗണ്ട് എടുത്താലും അത് സുപ്രീമത്തിനേക്കാൾ ചെറുതാവണ്ടേ. അപ്പൊ യു ഡാഷ് സുപ്രീമം, യു അപ്പർ ബൗണ്ട് എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ഡാഷ് എന്ന് കിട്ടും. അപ്പൊ ആദ്യം കിട്ടിയത് യു ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു. ഇപ്പൊ പറയുന്നു യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ഡാഷ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ വാട്ട് വി ഗെറ്റ് ഇസ് യു ഈക്വൽ ടു യു ഡാഷ്. ഓക്കെ, ഇപ്പൊ രണ്ടെണ്ണം ഉണ്ട് എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോ നമുക്ക് എന്താ കിട്ടിയത്? അത് രണ്ടും ഈക്വൽ ആണ് എന്ന് കിട്ടി. Therefore, the supremum if it exists is unique. ഇൻഫിമത്തിന്റെ കേസ് നമുക്ക് ഇതുപോലെ തന്നെ പറയാം അല്ലെ. ഇൻഫിമം രണ്ടെണ്ണം ഉണ്ട് എന്ന് വിചാരിക്കുക, ഡബ്ല്യുവും ഡബ്ല്യു ഡാഷും. ഡബ്ല്യു ഇൻഫിമം ആണ്, ഡബ്ല്യു ഡാഷ് ലോവർ ബൗണ്ട് ആണ് എന്നുള്ളതിൽ നിന്ന് ഡബ്ല്യു ഡാഷ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു എന്ന് കിട്ടും. അതുപോലെ തന്നെ തിരിച്ച് ഡബ്ല്യു ഡാഷ് ഇൻഫിമം ആണ്, ഡബ്ല്യു ഒരു ലോവർ ബൗണ്ട് ആണ് എന്നുള്ളത് എടുത്താൽ തിരിച്ചുള്ള ഇനീക്വാളിറ്റി കിട്ടും. രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഡബ്ല്യു ഈക്വൽ ടു ഡബ്ല്യു ഡാഷ് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ യുണീക്നെസ് ഇൻഫിമത്തിന്റെ സിമിലർ പ്രൂഫ് ആയതുകൊണ്ടാണ് അത് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. അങ്ങനെ പ്രൂവ് ചെയ്യാവുന്നതാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ. ദ സുപ്രീമം ഓഫ് എ സെറ്റ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഇസ് യുണീക്ക്. അടുത്ത ലെമ്മ പറയുന്നത് ഇത് സുപ്രീമത്തിന്റെ ഒരു ഈക്വലന്റ് ഡെഫിനിഷൻ ആണ് എന്നാണ് ഈ ലെമ്മ പറയുന്നത്. ലെമ്മയുടെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: A number u is the supremum of a non-empty subset S of R if and only if u satisfies the following conditions. First one, S less than or equal to u for every S element of S. If v less than u, then there exists S dash element of S such that v less than S dash. അപ്പൊ സുപ്രീമത്തിന്റെ സുപ്രീമം യു സുപ്രീമം എന്ന് പറയുന്നത് ഈ രണ്ട് കണ്ടീഷൻസിനോട് ഈക്വലന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇത് സുപ്രീമത്തിന്റെ ഒരു ഈക്വലന്റ് ഡെഫിനിഷൻ ആണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതാണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സുപ്രീമത്തിന്റെ ഡെഫിനിഷൻ പറയുന്നത് എന്താണ്? ഫസ്റ്റ് കണ്ടീഷൻ അപ്പർ ബൗണ്ട് ആണ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ ഫസ്റ്റ് കണ്ടീഷൻ എന്താ? എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ഫോർ എവറി എസ് എലമെന്റ് ഓഫ് എസ് എന്നുള്ളതാണ് ഇവിടുത്തെ ഫസ്റ്റ് കണ്ടീഷൻ അല്ലെ. ഇത് എന്തിനോട് ഈക്വലന്റ് ആണ്? യു ഒരു അപ്പർ ബൗണ്ട് ആണ് എന്ന് പറയുന്നതിനോട് ഈക്വലന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ കണ്ടീഷൻ 1 എന്ന് പറയുന്നത് സുപ്രീമത്തിന്റെ ഡെഫിനിഷനിലെ ഫസ്റ്റ് കണ്ടീഷനോട് ഈക്വലന്റ് ആണ്. അപ്പർ ബൗണ്ട് ആണെങ്കിൽ ഇത് സാറ്റിസ്ഫൈഡ് ആകും, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അപ്പർ ബൗണ്ട് ആണ്. ഇനി സുപ്രീമത്തിന്റെ ഡെഫിനിഷനിലെ സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ഏത് അപ്പർ ബൗണ്ട് വി എടുത്താലും വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യു, അതായത് യു ആയിരിക്കണം ചെറുത്, യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യണം എന്നാണ് രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത്. ഇവിടെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? വി ലെസ് ദാൻ യു ആണെങ്കിൽ അവിടെ നമുക്ക് വേണ്ടത് എന്താ? യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ആയിരിക്കണം, വി അപ്പർ ബൗണ്ട് ആണെങ്കിൽ എന്നാണ് പറയുന്നത്.
അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ എടുത്തിരിക്കുന്നത് അല്ലെ, വി ലെസ് ദാൻ യു എന്നാ എടുത്തിരിക്കണേ. അപ്പൊ വി ലെസ് ദാൻ യു ആണെങ്കിൽ എന്ത് സംഭവിക്കണം? വി അപ്പർ ബൗണ്ട് ആകരുത്. വി ഒരു അപ്പർ ബൗണ്ട് ആയിരുന്നെങ്കിൽ യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ആവണം എന്നാണ് സുപ്രീമം പറയുന്നത്. ഇവിടുത്തെ അസംഷൻ വി ലെസ് ദാൻ യു എന്നാണ്. അപ്പൊ വി ലെസ് ദാൻ യു ആണെങ്കിൽ അത് അപ്പർ ബൗണ്ട് ആകരുത്. അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ അത് എന്താണ് അതിനർത്ഥം? സെറ്റിലെ ഒരു എലമെന്റ് എങ്കിലും വിനേക്കാൾ വലുതാണ്. അതുകൊണ്ടാണല്ലോ വി അപ്പർ ബൗണ്ട് ആവാത്തത്. അപ്പർ ബൗണ്ടിന്റെ ഡെഫിനിഷൻ എന്താണ്? സെറ്റിലെ എല്ലാ എലമെന്റ്സും അതിനേക്കാൾ ചെറുതാവണം. അപ്പൊ അപ്പർ ബൗണ്ട് അല്ല എന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് ആ എലമെന്റിനേക്കാൾ വലിയൊരു എലമെന്റ് സെറ്റിൽ ഉണ്ട് എന്നാണ് കാണിക്കേണ്ടി വരിക. അപ്പൊ ഇവിടെ എന്താ കണ്ടീഷൻ തന്നിരിക്കണേ? there exists S element of S such that V less than S dash എന്ന്. അതായത് സെറ്റിലെ ഒരു എലമെന്റ് എസ് ഡാഷിനേക്കാൾ ചെറുതാണ് വി, വിച്ച് മീൻസ് വി ഇസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട്. അപ്പൊ വി ലെസ് ദാൻ യു ആണെങ്കിൽ വി അപ്പർ ബൗണ്ട് അല്ല എന്നാണ് സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത്. അതായത് എല്ലാ അപ്പർ ബൗണ്ടുകളും യുവിനേക്കാൾ വലുതായിരിക്കും. യുവിനേക്കാൾ ചെറുതായ അപ്പർ ബൗണ്ട് അല്ല. അപ്പൊ അപ്പർ ബൗണ്ട് ആണെങ്കിൽ യുവിനേക്കാൾ വലുതോ ഈക്വലോ ആയിരിക്കും. അപ്പൊ ഈ സെക്കൻഡ് കണ്ടീഷൻ എന്തിനോട് ഈക്വലന്റ് ആണ്? സുപ്രീമത്തിൽ പറയുന്ന ഡെഫിനിഷനിൽ പറയുന്ന സെക്കൻഡ് പ്രോപ്പർട്ടിയോട് ഈക്വലന്റ് ആണ്. സുപ്രീമത്തിന്റെ ഡെഫിനിഷനിലെ രണ്ട് പ്രോപ്പർട്ടീസിനെ തന്നെയാണ് നമ്മൾ ഇവിടെ വേറെ രണ്ട് രീതിയിൽ എഴുതിയിരിക്കുന്നത്. സോ ദിസ് ഇസ് ആൻ ഈക്വലന്റ് ഡെഫിനിഷൻ ഓഫ് സുപ്രീമം ഓഫ് എ സെറ്റ് യെസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? അടുത്ത ലെമ വീണ്ടും ഇത് തന്നെ വേറൊരു രീതിയിൽ പറയുകയാണ് ചെയ്യുന്നത്. ലെമയുടെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. An upper bound U of a non-empty set S in R is the supremum of S if and only if for every epsilon greater than 0 there exists S epsilon element of S such that U minus epsilon less than S epsilon. Okay. അപ്പൊ ഇവിടെ വീണ്ടും ഒരു if and only if കണ്ടീഷൻ ആണ്. ഇതിലെ സ്റ്റേറ്റ്മെന്റിൽ ആദ്യം തന്നെ എന്തുണ്ട്? യു അപ്പർ ബൗണ്ട് ആണ് എന്നുണ്ട്. അപ്പൊ പിന്നെ സുപ്രീമം ആവണമെങ്കിൽ എന്ത് പ്രോപ്പർട്ടിയും കൂടിയാണ് വേണ്ടത്? ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്നുള്ള പ്രോപ്പർട്ടി. ലീസ്റ്റ് ആണ് എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടിയും കൂടി വന്നാലാണ് യു സുപ്രീമം ആവുന്നത്. ആ കണ്ടീഷന്റെ ഒരു ഈക്വലന്റ് ഫോം ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് അത് ഈക്വലന്റ് ഫോം ആവുന്നത്? എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ഒരു നോൺ സീറോ നമ്പർ ആണ്. അപ്പൊ യു മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത് യുവിനേക്കാൾ ചെറുതായിരിക്കും അല്ലെ? യുവിൽ നിന്ന് ഞാൻ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി എപ്സിലോൺ മൈനസ് ചെയ്തു. അപ്പൊ യു മൈനസ് എപ്സിലോൺ കിട്ടി. ഈ യു മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത് യുവിനേക്കാൾ ചെറുതായിരിക്കും. യു എന്താവണം എന്നാണ് എന്റെ ആവശ്യം? സുപ്രീമം ആവണം എന്നുള്ളതാണ് എന്റെ ആവശ്യം. അപ്പൊ യുവിനേക്കാൾ ചെറിയ യു മൈനസ് എപ്സിലോൺ എടുത്താൽ അത് അപ്പർ ബൗണ്ട് ആവരുത് അല്ലെ? നേരത്തെ പറയുന്ന വി ലെസ് ദാൻ യു എന്ന് പറയുന്ന വിയുടെ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണ് ഈ യു മൈനസ് എപ്സിലോൺ എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ യു മൈനസ് എപ്സിലോൺ അപ്പർ ബൗണ്ട് ആകരുത് എന്നുള്ളതാണ് എന്റെ ആവശ്യം. അപ്പർ ബൗണ്ട് ആകരുത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? സെറ്റില് യു മൈനസ് എപ്സിലോണിനേക്കാൾ വലിയ ഒരു എലമെന്റ് എങ്കിലും ഉണ്ട്. ആ എലമെന്റിനെയാണ് ഇവിടെ എന്ത് വിളിച്ചിരിക്കുന്നത്? എസ് എപ്സിലോൺ എന്ന് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, there exists S epsilon of S such that U minus epsilon is less than S epsilon. അതായത് U minus epsilon അപ്പർ ബൗണ്ട് അല്ല. ഇതെല്ലാ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0ക്കും ട്രൂ ആണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട് ആരാണ്? യു ആണ്. അപ്പൊ യു സുപ്രീമം ആണ്. ഓക്കെ, തിരിച്ച് യു സുപ്രീമം ആണ് എങ്കിൽ യു മൈനസ് എപ്സിലോൺ അപ്പർ ബൗണ്ട് അല്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു എസ് എപ്സിലോൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇതും സുപ്രീമത്തിന്റെ ഈക്വലന്റ് ഡെഫിനേഷൻ ആണ്. ഇതും സുപ്രീമത്തിന്റെ ഈക്വലന്റ് ഡെഫിനേഷൻ ആണ് കേട്ടോ. അപ്പൊ സുപ്രീമം ആണ് എന്നുള്ള കണ്ടീഷൻ ഉള്ള വെരിഫിക്കേഷൻ പ്രോബ്ലംസിലോ തിയറംസിലോ ഒക്കെ അതത് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഇതിലെ ഏത് ഈക്വലന്റ് ഫോം വേണമെങ്കിലും യൂസ് ചെയ്യും പ്രൂവ് ചെയ്യാനായിട്ട്. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള ഡിഫറെന്റ് ടൂൾസ് ആണ്. സുപ്രീമം ആണെന്ന് കാണിക്കാൻ വേണ്ട ഡിഫറെന്റ് ടൂൾസ് ആണ്. ഇതേപോലെ ഈക്വലന്റ് സ്റ്റേറ്റ്മെന്റ്സ് എനിക്ക് ലോവർ ബൗണ്ടിനും ഫ്രെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ലോവർ ബൗണ്ടിന് ഫ്രെയിം ചെയ്താൽ എങ്ങനെയായിരിക്കും? ടെക്സ്റ്റിൽ അത് ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടില്ല, പക്ഷെ ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? എ നമ്പർ W is the lower bound of a non-empty set S element of R if and only if W satisfies the conditions എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരിക്കും? S less than or equal to U എന്നുള്ളതിന് പകരം W less than or equal to S for every S element of S എന്നാകും. പിന്നെ V less than U എന്നുള്ളതിന് പകരം അവിടെ നമുക്ക് എന്തെടുക്കാം? W less than T എന്നെടുക്കാം. W less than T ആണെങ്കിൽ T ലോവർ ബൗണ്ട് ആകരുത്. ലോവർ ബൗണ്ട് ആകരുത് എന്ന് പറയുമ്പോൾ there exists S dash element of S such that
ലോവർ ബൗണ്ട് ആണ് ആവരുതാത്തത് അല്ലെ. എസ് ഡാഷ് ലെസ് ദാൻ ടി എന്ന് വരും. ഇതിൽ നിന്ന് നമുക്ക് അങ്ങനെ ഈക്വലന്റ് ഫോംസ് ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതേപോലെ ഇവിടെ വരുമ്പോ എന്തായിരിക്കും? ഇവിടെ ഡബ്ല്യു ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണ് ആവേണ്ടത് അല്ലെ. അപ്പൊ ഡബ്ല്യു പ്ലസ് എപ്സലോൺ ലോവർ ബൗണ്ട് അല്ല എന്നുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കും നമുക്ക് അവിടെ എടുക്കേണ്ടി വരിക. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. ഫസ്റ്റ് കേസ്, S1 ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ്. ഫൈനൈറ്റ് സെറ്റ് ആണ് എങ്കിൽ അത് ബൗണ്ടഡ് എബവും ആയിരിക്കും, ബൗണ്ടഡ് ബിലോവും ആയിരിക്കും. എന്താ കാരണം? ആ സെറ്റിൽ ഫൈനൈറ്റ്ലി മെനി എലമെന്റ്സേ ഉള്ളൂ അല്ലെ. ഫൈനൈറ്റ്ലി മെനി എലമെന്റ്സേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് അവരെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. കൃത്യമായിട്ട് n എലമെന്റ്സേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് പാർഷ്യൽ ഓർഡർ ലെസ് ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള പാർഷ്യൽ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം വരുന്ന എലമെന്റ് ആയിരിക്കും ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അതേപോലെ ഏറ്റവും ആദ്യം വരുന്ന എലമെന്റ് ആയിരിക്കും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. ഇപ്പൊ ഫൈനൈറ്റ് സെറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് സുപ്രീമവും ഇൻഫിമവും ഉണ്ട്. അത് രണ്ടും ആ സെറ്റിൽ തന്നെ ആയിരിക്കുകയും ചെയ്യും. കാരണം ആ സെറ്റിലെ ഏറ്റവും അവസാനം എഴുതിയ എലമെന്റിനെയാണ് നമ്മൾ സുപ്രീമം ആയിട്ട് എടുത്തത് അല്ലെ. അതാണ് സുപ്രീമം. അപ്പൊ അതുകൊണ്ട് ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ സുപ്രീമവും ഇൻഫിമവും എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല അത് രണ്ടും ആ സെറ്റിലെ എലമെന്റ്സ് ആയിരിക്കും. സെറ്റിലെ ഗ്രേറ്റസ്റ്റ് എലമെന്റ് അതായിരിക്കും സുപ്രീമം, സെറ്റിലെ സ്മോളസ്റ്റ് എലമെന്റ് അതായിരിക്കും ഇൻഫിമം. ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ എക്സാമ്പിൾ പറയുന്നത്. രണ്ടാമത്തെ എക്സാമ്പിളിൽ ഏത് സെറ്റ് എടുത്തിരിക്കുന്നത്? set of all x such that 0 less than or equal to x less than or equal to 1. അതായത് ക്ലോസ്ഡ് ഇന്റർവൽ 0 1 ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന്റെ അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 മുതൽ 1 വരെയുള്ള എലമെന്റ്സേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ 1ന് മുകളിലേക്കുള്ള എലമെന്റ്സ് ഒന്നും ഈ സെറ്റിൽ ഇല്ല. അപ്പൊ 1 1നേക്കാൾ വലിയ ഏത് റിയൽ നമ്പറുമോ എടുത്താൽ അതെല്ലാം അപ്പർ ബൗണ്ടുകളായിരിക്കും. അപ്പൊ ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട് ഏതാണ്? 1 അതിനേക്കാൾ വലുതോ എന്നാണ് നമ്മൾ അപ്പർ ബൗണ്ടുകളെ പറഞ്ഞത് അല്ലെ. അപ്പൊ ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട് 1 ആയിരിക്കും. അപ്പൊ ക്ലോസ്ഡ് ഇന്റർവൽ 0 1ന്റെ സുപ്രീമം 1 ആണ്. ഇതേപോലെ തന്നെ ആർഗ്യൂ ചെയ്താൽ ഇൻഫിമം 0 ആണെന്ന് പറയാം അല്ലെ. ലോവർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ 0യോ 0ന് താഴേക്കുള്ള ഏത് റിയൽ നമ്പറുമോ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ലോവർ ബൗണ്ടുകളാണ്. 0യോ അതിന് താഴേക്കുള്ളതോ, അപ്പൊ ആ കൂട്ടത്തിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് 0 ആണ് അല്ലെ. അപ്പൊ ആ സെറ്റിന്റെ ഇൻഫിമം എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ S2ന്റെ സുപ്രീമം 1, ഇൻഫിമം 0. വീണ്ടും ഇതൊരു ഇൻഫിനിറ്റ് സെറ്റ് ആണ്. ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ സുപ്രീമോ ഇൻഫിമോ അവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അത് ഏത് ഫൈനൈറ്റ് സെറ്റിനും ട്രൂ ആണ്. ഇവിടെ ഞാനിപ്പോ എടുത്തത് ഒരു ഇൻഫിനിറ്റ് കളക്ഷൻ ആണ്. പക്ഷെ ഈ ഇൻഫിനിറ്റ് കളക്ഷന്റെ കേസിലും സുപ്രീമവും ഇൻഫിമവും ആ സെറ്റിൽ തന്നെ വന്നു. എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ തേർഡ് എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്. ചെറിയൊരു മോഡിഫിക്കേഷൻ ആ സെറ്റിൽ വരുത്തി. എന്താണ്? 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ഓപ്പൺ ഇന്റർവെൽ ആക്കി. ഞാൻ 0നെയും 1നെയും ആ സെറ്റിൽ നിന്ന് ഒഴിവാക്കി. ബാക്കിയുള്ള എല്ലാവരും 0ക്കും 1നും ഇടയ്ക്ക് കിടക്കുന്ന എല്ലാ റിയൽ നമ്പേഴ്സും. ഇവിടെയും എന്താ നമുക്ക് സംഭവിക്കുക? 1ഓ അതിനു മുകളിലുള്ളതോ ആയ എല്ലാ എലമെന്റ്സും അപ്പർ ബൗണ്ട്സ് ആണ്. എല്ലാ റിയൽ നമ്പേഴ്സും അപ്പർ ബൗണ്ട്സ് ആണ്. ഇപ്പൊ സുപ്രീമം 1 ആണ്. 1 മൈനസ് എപ്സിലോൺ അത് ഒരു അപ്പർ ബൗണ്ട് ആവുമോ? 1 മൈനസ് എപ്സിലോൺ എടുത്താൽ എന്താ സംഭവിക്കുക? 1 മൈനസ് എപ്സിലോണിനും 1നും ഇടയ്ക്കുള്ള എലമെന്റ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. 1 മൈനസ് എപ്സിലോൺ ബൈ 2 എടുക്കൂ. 1 മൈനസ് എപ്സിലോൺ ബൈ 2 എടുത്താൽ അത് 1നേക്കാൾ താഴെയാണ്. 1 മൈനസ് എപ്സിലോണിനേക്കാൾ മുകളിലുമാണ്. അപ്പൊ 1നേക്കാൾ താഴെ ആയതുകൊണ്ട് അത് S3 എന്നുള്ള സെറ്റിലുണ്ട്. 1 മൈനസ് എപ്സിലോണിനേക്കാൾ മുകളിലാണ് എന്നുള്ളത് കൊണ്ട് 1 മൈനസ് എപ്സിലോൺ അപ്പർ ബൗണ്ട് അല്ല. ഓക്കെ, അപ്പൊ ആ കേസിലും നമുക്ക് ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പൊ സുപ്രീമം 1 ആണ്. ഇതേപോലെ തന്നെ ഇൻഫിമം 0യോ ആണ്. പക്ഷെ S3യിൽ ഇവര് രണ്ടുപേരും ഉണ്ടോ? ഇല്ല. 0യോ 1ഓ രണ്ടുപേരും S3യിൽ ഇല്ല. അപ്പൊ ഈ സെറ്റില് സുപ്രീമവും ഇല്ല, ഇൻഫിമവും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നാം, അപ്പൊ ഒന്നുകില് സുപ്രീമോ ഇൻഫിമോ രണ്ടുപേരും ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ടുപേരും ഉണ്ടാവില്ല. അങ്ങനെയാണ് എന്ന് തോന്നാം. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ആവണമെന്നില്ല. എന്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മതി? ഞാൻ അടുത്ത ഒരു സെറ്റ് S4 എടുക്കുമ്പോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1 എന്നെടുക്കുന്നു. അതായത് ക്ലോസ്ഡ് ഇന്റർവെൽ 0 ഓപ്പൺ ഇന്റർവെൽ 1 എന്നെടുത്തു കഴിഞ്ഞാൽ ഇൻഫിമം 0 ആണ്, അതാ സെറ്റിലുണ്ട്. സുപ്രീമം 1 ആണ്, അതാ സെറ്റില് ഇല്ല. അതുപോലെ തന്നെ എനിക്ക് എങ്ങനെ പറയാം?
ഓപ്പൺ 0 ക്ലോസ്ഡ് 1 എന്നുള്ള ഇന്റർവൽ എടുക്കാം അല്ലെ. അപ്പൊ സുപ്രീമം 1 ആ സെറ്റിലുണ്ട്, ഇൻഫിമം 0 ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ അവസ്ഥകളും ഒരു സെറ്റിന് ഉണ്ടാകാം. ഓക്കെ, 4 പോസിബിലിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒരു സെറ്റിന് ഈ സുപ്രീമത്തിന്റെ ഇൻഫിമത്തിന്റെ എക്സിസ്റ്റൻസ് മുതലേ തന്നെ ഈ 4 പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ. ഒരു സെറ്റ് തന്നാൽ അതിന് സുപ്രീമം ഉണ്ടാകാം, ഇൻഫിമവും ഉണ്ടാവാം. അല്ലെങ്കിൽ സുപ്രീമം ഉണ്ട്, ഇൻഫിമം ഇല്ല, അങ്ങനെ വരാം. അല്ലെങ്കിൽ ഇൻഫിമം ഉണ്ട്, സുപ്രീമം ഇല്ല, അങ്ങനെ സംഭവിക്കാം. സുപ്രീമവും ഇൻഫിമവും രണ്ടുമില്ല, അങ്ങനെയും സംഭവിക്കാം. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ഈ സെറ്റിലെ എലമെന്റ് ആകാം, ആകാതിരിക്കാം. അതിനും ഈ പറയുന്ന 4 ഡിഫറെന്റ് പോസിബിലിറ്റീസും ഉണ്ട്. ഓക്കെ, അടുത്തത് ഈ സെക്ഷൻ ടൈറ്റിലിൽ പറയുന്ന മെയിൻ പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് ആർ. ഇത് പ്രോപ്പർട്ടി ആണ്, തിയറമോ ലെമയോ ഒന്നുമല്ല കേട്ടോ, പ്രോപ്പർട്ടി ആണ്. ഓക്കെ, every non-empty set of real numbers that has an upper bound also has a supremum in R. upper bound ഉണ്ടെങ്കിൽ സുപ്രീമം ഉണ്ട് എന്നാണ് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി പറയുന്നത്. അതായത് ഒരു അപ്പർ ബൗണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയോ, എന്നാൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതാണ് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി പറയുന്നത്. ഇതിന് നമ്മൾ സുപ്രീമം പ്രോപ്പർട്ടി എന്നും പറയും. കാരണം സുപ്രീമത്തിനെ ബേസ് ചെയ്താണ് ഈ സ്റ്റേറ്റ്മെന്റ് എഴുതിയിരിക്കുന്നത് അല്ലെ. ഇതേ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ എനിക്ക് ഇൻഫിമത്തിനെ ബേസ് ചെയ്തും എഴുതാം. അതപ്പോ എങ്ങനെ ഇരിക്കും? ഇതിന്റെ ഈക്വലന്റ് ഫോം, ഇൻഫിമം പ്രോപ്പർട്ടി ആയിട്ടുള്ള ഈക്വലന്റ് ഫോം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എവറി നോൺ എംപ്റ്റി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ദാറ്റ് ഹാസ് എ ലോവർ ബൗണ്ട് ഹാസ് ആൻ ഇൻഫിമം ഇൻ ആർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടിയുടെ ഈക്വലന്റ് ഫോം ആണ്. ആ ഈക്വലന്റ് ഫോമിനെ നമ്മൾ ഇൻഫിമം പ്രോപ്പർട്ടി എന്ന് പറയും. സുപ്രീമത്തിനെ ബേസ് ചെയ്ത് എഴുതുന്ന കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടിയെ സുപ്രീമം പ്രോപ്പർട്ടി എന്ന് പറയും. അതിന്റെ ഈക്വലന്റ് ഫോം ഇൻഫിമം വെച്ചിട്ട് എഴുതുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇൻഫിമം പ്രോപ്പർട്ടി എന്നും പറയും. ഓക്കെ, ഇനി ഈ സെക്ഷനിൽ ഇത്രയേ ഉള്ളൂ. 2.3 എന്നുള്ള സെക്ഷനിലെ തിയറി പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ കുറച്ച് എക്സാമ്പിൾ പ്രോബ്ലംസ് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് എന്താണ്? S1 എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വിച്ച് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതിന് ലോവർ ബൗണ്ട് ഉണ്ട് എന്ന് കാണിക്കണം, അപ്പർ ബൗണ്ട് ഇല്ല എന്ന് കാണിക്കണം. ലോവർ ബൗണ്ട് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി അനുസരിച്ച് എന്തുണ്ട്? ഇൻഫിമം ഉണ്ട് അല്ലെ. ആ ഇൻഫിമം ഉണ്ട്, അത് 0 ആണെന്ന് കാണിക്കണം. അപ്പൊ 3 കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് ലോവർ ബൗണ്ട് ഉണ്ട്. ലോവർ ബൗണ്ട് ഉണ്ട് എന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? ഏതാ ഇവിടുത്തെ ലോവർ ബൗണ്ട്? 0 ലോവർ ബൗണ്ട് ആണ്. പിന്നെ എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും ലോവർ ബൗണ്ട്സ് ആണ് അല്ലെ. അപ്പൊ അത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? ആദ്യം നമുക്ക് എടുക്കാം, 0 എലമെന്റ് ഓഫ് ആർ കൺസിഡർ ചെയ്യാം. 0 എലമെന്റ് ഓഫ് ആർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഡെഫിനിഷൻ എക്സ് എലമെന്റ് ഓഫ് S1 എന്നാണ് സെറ്റിന്റെ പേര് അല്ലെ. എക്സ് എലമെന്റ് ഓഫ് S1 ഇംപ്ലൈസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഓക്കെ, so given any number in S1, that number is greater than or equal to 0, or in other words 0 less than or equal to x for every x element of S1. ഇതല്ലേ ലോവർ ബൗണ്ടിന്റെ കണ്ടീഷൻ. അപ്പൊ അതുകൊണ്ട് 0 ഒരു ലോവർ ബൗണ്ട് ആണ്. സോ S1 ഹാസ് ലോവർ ബൗണ്ട്സ്. ഒരു ലോവർ ബൗണ്ട് ഉണ്ട്, അതുകൊണ്ട് ലോവർ ബൗണ്ട്സ് ഉണ്ട് എന്ന് പറയാം. ഇനി എന്ത് പ്രൂവ് ചെയ്യണം? ഇതിന് അപ്പർ ബൗണ്ട് ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം അല്ലെ. ഇല്ല എന്ന് കാണിക്കാൻ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക? ഉണ്ടെന്ന് വിചാരിക്കും, അപ്പൊ നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടിക്കോളും. ഓക്കെ, ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. യു എന്ന് പറയുന്നത് ഒരു അപ്പർ ബൗണ്ട് ഓഫ് S1 ആണ് എന്ന് നമുക്ക് വിചാരിക്കാം. യു ഇസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് S1 എന്ന് വിചാരിക്കാം. എനിക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? അപ്പർ ബൗണ്ട് ഇല്ല എന്നാണ്. അതായത് ഇത് അപ്പർ ബൗണ്ട് നമ്മൾ വിചാരിച്ചത് തെറ്റാണ് എന്നാണ് എനിക്ക് കിട്ടേണ്ടത് അല്ലെ. യു അപ്പർ ബൗണ്ട് ആയതുകൊണ്ട് എനിക്ക് എന്ത് ഉറപ്പിച്ച് പറയാൻ പറ്റും? യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് എന്ന് പറയാൻ പറ്റും. എന്താ കാരണം? 0 എന്ന് പറയുന്നത് S1 ഒരു എലമെന്റ് ആണ്. 0 സാറ്റിസ്ഫൈസ് ദി കണ്ടീഷൻ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ 0 എന്ന് പറയുന്നത് S1 ഒരു എലമെന്റ് ആണ്. ഏത് അപ്പർ ബൗണ്ട് എടുത്താലും അത് സെറ്റിലെ എലമെന്റ്സിനേക്കാൾ എല്ലാ എലമെന്റ്സിനേക്കാളും വലുതാവണ്ടേ. ഇൻ പർട്ടിക്കുലർ അതപ്പോ 0-നേക്കാളും വലുതാവണം. സോ യു ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളത് ഉറപ്പാണ്. യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഞാനൊരു പോസിറ്റീവ് റിയൽ നമ്പർ 1 ആഡ് ചെയ്യുന്നു, യു പ്ലസ് 1.
യു പ്ലസ് വൺ എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കുമല്ലോ. ഞാൻ ഇവിടെ 1 ആണ് ആഡ് ചെയ്തത് അല്ലെ. യു പ്ലസ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പ്ലസ് 1 എന്നാണ് വരിക. 0 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 1. 1 is greater than or equal to 0 എന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ യു പ്ലസ് 1 is greater than or equal to 0. യു പ്ലസ് 1 greater than or equal to 0 ആണെങ്കിൽ S1 ന്റെ ഡെഫിനിഷനിൽ നിന്ന് എനിക്ക് എന്ത് പറയാൻ പറ്റും? യു പ്ലസ് 1 element of S1 എന്ന് പറയാൻ പറ്റും. ഓക്കെ, യു പ്ലസ് 1 element of S1 ആണ്. യു അപ്പർ ബൗണ്ട് ആണെന്നല്ലേ നമ്മൾ അസ്യൂം ചെയ്തത്. യു പ്ലസ് 1 എന്ന് പറയുന്നത് യുവിനേക്കാൾ വലുതല്ലേ. അപ്പൊ എനിക്ക് സെറ്റ് S1-നകത്ത് യുവിനേക്കാൾ വലിയ ഒരു എലമെന്റ് യു പ്ലസ് 1 കിട്ടിയിരിക്കുകയാണ്. യു പ്ലസ് 1 is an element of S1 and u plus 1 is greater than u. ഗ്രേറ്റർ ദാൻ യു എന്ന് പറയുമ്പോൾ യു അപ്പർ ബൗണ്ട് ആണ് എന്നുള്ളതിന് കോൺട്രഡിക്ഷൻ ആയില്ലേ. ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വരാൻ കാരണം ഇങ്ങനെ ഒരു അപ്പർ ബൗണ്ട് ഉണ്ട് എന്നുള്ള നമ്മുടെ തെറ്റായ അസംഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് S1-ന് അപ്പർ ബൗണ്ട് ഇല്ല. ഓക്കെ, S1-ന് ലോവർ ബൗണ്ട് ഉണ്ട്, അപ്പർ ബൗണ്ട് ഇല്ല. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇൻഫിമം 0 ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഇൻഫിമം 0 ആണ് എന്ന് കാണിക്കണമെങ്കിൽ എന്തൊക്കെയാ വേണ്ടത്? രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം അല്ലെ. ഒന്ന്, 0 ലോവർ ബൗണ്ട് ആണെന്ന് പ്രൂവ് ചെയ്യണം. രണ്ട്, ഏത് ലോവർ ബൗണ്ട് എടുത്താലും അത് 0-നേക്കാൾ ചെറുതാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ലോവർ ബൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? 0 ഒരു ലോവർ ബൗണ്ട് ആണ് എന്നാണ് നമ്മൾ കാണിച്ചത് അല്ലെ. അപ്പൊ 0 ഒരു ലോവർ ബൗണ്ട് ആണ് എന്ന് കാണിച്ചിട്ടുള്ളത് കൊണ്ട് 0 is a lower bound എന്നുള്ള പോർഷൻ കംപ്ലീറ്റ് ആണ്. ഇനി 0-നേക്കാൾ വലുതൊന്നും ലോവർ ബൗണ്ട് അല്ല എന്ന് കാണിച്ചാൽ മതിയാവും. അപ്പൊ ഞാൻ 0-നേക്കാൾ വലിയ ഒരു നമ്പർ എപ്സിലോൺ എടുക്കുകയാണ്. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഞാൻ എടുക്കുകയാണ്. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്തു കഴിഞ്ഞാൽ എപ്സിലോൺ ബൈ 2 എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കുമല്ലോ. എപ്സിലോൺ ബൈ 2 will also be greater than or equal to 0, which implies that epsilon by 2 is an element of S1. S1-ലെ എലമെന്റ് ആവാനുള്ള കണ്ടീഷൻ എപ്സിലോൺ ബൈ 2 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എപ്സിലോൺ ബൈ 2 S1-ലെ എലമെന്റ് ആണ്. മാത്രമല്ല എപ്സിലോൺ ബൈ 2 ഏതിനേക്കാൾ ചെറുതാണ്? എപ്സിലോണിനേക്കാൾ ചെറുതുമാണ്. അപ്പൊ ഞാൻ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്തപ്പോ എനിക്ക് സെറ്റ് S1-നകത്തെ ഒരു എപ്സിലോൺ ബൈ 2 കിട്ടി, such that epsilon by 2 is less than epsilon, which means epsilon is not a lower bound. അപ്പൊ 0-നേക്കാൾ വലുത് ഒന്നും ലോവർ ബൗണ്ട് ആകില്ല. അപ്പൊ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഏതാണ്? 0 ആണ്. ഹെൻസ് ഇൻഫിമം S1 ഈക്വൽ ടു 0. അടുത്ത ക്വസ്റ്റ്യൻ, S3 എന്ന് പറയുന്നത് 1/n ഫോമിലുള്ള എല്ലാ നമ്പേഴ്സും സെറ്റ് ഓഫ് ഓൾ n എലമെന്റ് ഓഫ് 1/n such that n എലമെന്റ് ഓഫ് n. ഇതാണ് എന്റെ S3. S3ക്ക് ഇൻഫിമം ഉണ്ട് 0 ആണ്, സുപ്രീമം ഉണ്ട് 1 ആണ്. ഇത് രണ്ടുമാണ് കാണിക്കേണ്ടത്. ഇവിടെ ഇത്രയുമേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ഇൻഫിമം ഓഫ് S3 is greater than or equal to 0 എന്ന് പ്രൂവ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. ഇൻഫാക്ട് ഇൻഫിമം ഓഫ് S3 ഈക്വൽ ടു 0 ആണ്. പക്ഷെ ക്വസ്റ്റ്യനിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പ്രൂവ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. സുപ്രീമം 1 ആണ്. ഇത് രണ്ടുമാണ് എനിക്ക് കാണിക്കേണ്ടത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ സെറ്റ് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കാം അല്ലെ. സെറ്റ് S3 എന്ന് പറഞ്ഞാൽ ഏത് സെറ്റ് ആണ്? n ഈക്വൽ ടു 1 കൊടുക്കുമ്പോ 1 കിട്ടും. n ഈക്വൽ ടു 2 കൊടുത്താൽ 1/2, 1/3 എക്സെട്ര. ഇങ്ങനെയുള്ള എലമെന്റ്സിന്റെ കളക്ഷൻ ആണ് S3. ഈ S3യുടെ സുപ്രീമം ആണ് 1, ഇൻഫിമം 0-നേക്കാൾ വലുത്. ഇത് രണ്ടുമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സുപ്രീമമാണ് 1 എന്ന് കാണിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? 1 ഈ സെറ്റിലെ ഒരു അപ്പർ ബൗണ്ട് ആണെന്ന് കാണിക്കണം. 1-നേക്കാൾ ചെറിയ ഏത് നമ്പർ എടുത്താലും അത് അപ്പർ ബൗണ്ട് അല്ല എന്നും കാണിക്കണം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആദ്യം 1 അപ്പർ ബൗണ്ട് ആണ് എന്ന് കാണിക്കാനായിട്ട് നാച്ചുറൽ നമ്പേഴ്സിന്റെ കേസിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്? n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 for every n element of n. ഇത് നമ്മൾ പ്രൂവ് ചെയ്ത റിസൾട്ട് ആണ് അല്ലെ. 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അത് കഴിഞ്ഞ് അതിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇൻഡക്ഷൻ അപ്ലൈ ചെയ്ത് പോവുകയാണെങ്കിൽ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 for every n element of n എന്ന് കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 നമുക്കറിയാം. റെസിപ്രോക്കേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യും. സോ 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 for every n element of n. ഓക്കെ,
1 by n less than or equal to 1. 1 by n ഫോമിലുള്ള നമ്പേഴ്സ് അല്ലേ S3-യിലുള്ളത്. അതുകൊണ്ട് S3-യിലെ എല്ലാ നമ്പേഴ്സും 1-നേക്കാൾ ചെറുതാണ്. So this implies 1 is an upper bound. 1 is an upper bound എന്നുള്ള പാർട്ടാണ് നമുക്ക് ഇപ്പൊ കിട്ടിയത്. ഓക്കെ, അപ്പൊ 1 അപ്പർ ബൗണ്ട് ആണെന്ന് കിട്ടി. ഇതുകൊണ്ട് കാര്യമായോ? നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? 1 സുപ്രീമം ആണ് എന്ന് കാണിക്കണം അല്ലെ? 1 സുപ്രീമം ആണ് എന്ന് കാണിക്കണമെങ്കിൽ എന്ത് വേണം? 1-നേക്കാൾ ചെറിയ ഒരു നമ്പറും അപ്പർ ബൗണ്ട് അല്ല എന്ന് കാണിക്കണം. അപ്പോഴാണ് 1 ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട് ആവുന്നത്. 1-നേക്കാൾ ചെറുതൊന്നും അപ്പർ ബൗണ്ട് അല്ല എന്ന് കാണിക്കണമെങ്കിൽ എന്താ വേണ്ടത്? 1 മൈനസ് എപ്സിലോൺ എടുത്താൽ അത് അപ്പർ ബൗണ്ട് അല്ല എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. യു ഒരു അപ്പർ ബൗണ്ട് ആണ് എന്ന് വിചാരിക്കാം. യു അപ്പർ ബൗണ്ട് ആണെങ്കിൽ 1 ഈ സെറ്റിലെ എലമെന്റ് അല്ലേ? 1 ഈ സെറ്റിലെ എലമെന്റ് ആവുമ്പോ എനിക്ക് അതിൽ നിന്ന് എന്ത് പറയാം? യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയാം അല്ലെ? അപ്പൊ ഏത് അപ്പർ ബൗണ്ട് യു എടുത്താലും അത് 1-നേക്കാൾ വലുതാണ്. സോ 1 ഇസ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അപ്പൊ സുപ്രീമം S3 എന്ന് പറയുന്നത് ഈക്വൽ ടു 1. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാർട്ട് നമുക്ക് കിട്ടി. സുപ്രീമം S3 1 ആണ് എന്ന് കിട്ടി. ഇനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? infimum S3 is greater than or equal to 0 എന്ന് കാണിക്കണം. infimum S3 greater than or equal to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 എന്ന് പറയുന്നത് ഒരു ലോവർ ബൗണ്ട് ആണ്. infimum എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണ് അല്ലെ? അപ്പൊ 0 ഒരു ലോവർ ബൗണ്ട് ആണ് എന്ന് കാണിച്ചാൽ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ലോവർ ബൗണ്ടുകളിൽ ഏറ്റവും വലുതാണ്. സോ വി ഗെറ്റ് ദാറ്റ് infimum S3 greater than or equal to 0. അപ്പൊ ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ കാണിക്കേണ്ടത് 0 ഒരു ലോവർ ബൗണ്ട് ആണ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. 0 ഒരു ലോവർ ബൗണ്ട് ആണെന്ന് എങ്ങനെ കാണിക്കും? 0-നേക്കാൾ ചെറിയ ഏതെങ്കിലും നമ്പർ ഈ സെറ്റിൽ വരുന്നുണ്ടോ? ഈ സെറ്റിനകത്ത് ഏത് n എടുത്താലും n എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. സോ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് കിട്ടുന്നത് 1 by n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് 1 by n ഗ്രേറ്റർ ദാൻ 0. 1 by n ഗ്രേറ്റർ ദാൻ 0 ഇതെങ്ങനെ കിട്ടും? 1 by n ഗ്രേറ്റർ ദാൻ 0 ആവാൻ എന്ത് മാത്രം മതി എനിക്ക്? 1 ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് അറിയാം അല്ലെ? 1 ഗ്രേറ്റർ ദാൻ 0 ആണ്. രണ്ട് സൈഡിലും ഞാൻ ഒരു പോസിറ്റീവ് നാച്ചുറൽ നമ്പർ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 by n ഗ്രേറ്റർ ദാൻ 1 by 0 by n എന്ന് കിട്ടും. 0 by n എന്ന് പറഞ്ഞാൽ 0 തന്നെ അല്ലെ? സോ 1 by n is greater than 0 for every natural number n. So 0 is a lower bound. 0 ഒരു ലോവർ ബൗണ്ട് ആയതുകൊണ്ട് infimum എന്ന് പറയുന്നത് 0-നേക്കാൾ വലുതായിരിക്കും. സോ infimum S3 greater than or equal to 0. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് infimum supremum തന്നിട്ടില്ല, കണ്ടുപിടിക്കാനാണ് അല്ലെ? ഏതാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. സെറ്റ് S4 ഡിഫൈൻ ചെയ്തിരിക്കുന്നത് S4 ഈക്വൽ ടു 1 മൈനസ് -1 raised to n by n for every n element of n. ഇതിന്റെ ഇൻഫിമവും സുപ്രീമവും കണ്ടുപിടിക്കണം. ഇൻഫിമവും സുപ്രീമവും കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ആ സെറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കണം. സെറ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ സെറ്റിലെ എലമെന്റ്സ് എഴുതി നോക്കണം. സോ S4 ഈക്വൽ ടു S4-ലെ എലമെന്റ്സ് എന്തൊക്കെയാ വരിക? n ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് എന്താവും? -1 raised to 1 എന്ന് പറഞ്ഞാൽ -1 ഡിവൈഡഡ് ബൈ 1 is again -1. So 1 minus -1 എന്ന് വരും. 1 minus -1 is 2. ഇപ്പൊ n ഈക്വൽ ടു 1 കൊടുക്കുമ്പോ എനിക്ക് 2 എന്നുള്ള എലമെന്റ് കിട്ടി. ഇനി n ഈക്വൽ ടു 2 കൊടുത്താൽ എന്താ വരിക? -1 സ്ക്വയർ എന്ന് പറയുന്നത് 1 വരും. അപ്പൊ 1 minus 1 by 2 എന്നാണ് വരിക. സോ ഇറ്റ് ഇസ് 1 by 2. രണ്ടാമത്തെ എലമെന്റ് 1 by 2. അടുത്ത എലമെന്റ് എന്ത് വരും? n ഈക്വൽ ടു 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 minus -1 by 3 എന്ന് വരും അല്ലെ? അതായത് 1 plus 1 by 3 അതാണ് അടുത്ത എലമെന്റ് വരുന്നത്. 1 plus 1 by 3. അടുത്ത എലമെന്റ് എന്ത് വരും? 1 minus 1 by 4. അടുത്തത് എന്തായിരിക്കും? 1 plus 1 by 5. നെക്സ്റ്റ് വിൽ ബി 1 minus 1 by 6 എക്സെട്ര. ഇങ്ങനെയുള്ള എലമെന്റ്സ് ആണ് S4-ൽ ഉണ്ടാവുക അല്ലെ? അപ്പൊ ഈ S4-ലെ ഗ്രേറ്റസ്റ്റും ലോവസ്റ്റും നമ്പേഴ്സ് ഏതായിരിക്കും? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തൊന്ന് പറയാമോ? ഇതിന്റെ ഇൻഫിമവും സുപ്രീമവും ആലോചിച്ച് പറഞ്ഞാൽ മതി. ഈ സെറ്റിന്റെ ഇൻഫിമവും സുപ്രീമവും പറയാമോ? ഈ സെറ്റില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്?
n ഓഡ് ആണ് എങ്കിൽ ഇത് നെഗറ്റീവ് ആയിരിക്കും അല്ലെ. -1 എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ 1 മൈനസ് എ നെഗറ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ആയിട്ട് മാറും അല്ലെ. അപ്പൊ n ഓഡ് ആണെങ്കിൽ ഇത് എപ്പോഴും 1 പ്ലസ് സംതിങ് ആണ്. ആ 1 പ്ലസ് സംതിങ് എന്നുള്ളത് ഏത് സീക്വൻസ് ആയിട്ടാ പോകുന്നത്? നമുക്ക് 1 പ്ലസ് 1 ആദ്യത്തെ എലമെന്റ് വരും, മൂന്നാമത്തെ എലമെന്റ് വരുമ്പോൾ 1 പ്ലസ് 1/3 വരും, 1 പ്ലസ് 1/5 വരും. ഇനി അങ്ങോട്ട് എന്തൊക്കെ പോയാലും 1 പ്ലസ് 1നേക്കാൾ ചെറിയൊരു ക്വാണ്ടിറ്റി, അങ്ങനെ ഒരു സീക്വൻസ് ആണ് ഓഡ് ടേംസ് തരുന്നത് അല്ലെ. ഈവൺ ടേംസ് വരുന്നതോ? ഈവൺ ടേംസ് വരുമ്പോൾ ഈ -1/n എന്ന് പറയുന്നത് പോസിറ്റീവ് ആവും. അപ്പൊ 1 മൈനസ് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിലാണ് ആ എലമെന്റ്സ് വരുന്നത്. ആ എലമെന്റ്സ് എങ്ങനെയാ വരിക? 1 മൈനസ് 1/2, 1 മൈനസ് 1/4, 1 മൈനസ് 1/6 അങ്ങനെയാണ് വരുന്നത് അല്ലെ. മൈനസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്, പ്ലസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ പ്ലസ് ചെയ്യുമ്പോൾ മാക്സിമം വരുന്നത് എപ്പോഴായിരിക്കും? n = 1 വരുമ്പോഴായിരിക്കും നമുക്ക് ആ മാക്സിമം പ്ലസ് വരുന്നത് അല്ലെ. അതായത് 1 + 1 2 എന്ന് പറയുന്നതായിരിക്കും ഗ്രേറ്റസ്റ്റ് എലമെന്റ് വരാൻ പോകുന്നത്. ഇനി കുറയ്ക്കുമ്പോ നമ്മൾ ക്വാണ്ടിറ്റി 1/2 ആദ്യം മൈനസ് ചെയ്തു, പിന്നെ മൈനസ് ചെയ്തതൊക്കെ 1/2നേക്കാൾ ചെറിയ നമ്പേഴ്സ് ആണ്. അപ്പൊ അതൊക്കെ 1 മൈനസ് 1/2നേക്കാൾ എന്തായാലും വലുതായിരിക്കും. അപ്പൊ ഏറ്റവും സ്മോളസ്റ്റ് എലമെന്റ് വരാൻ പോകുന്ന ഏതാണ്? 1 മൈനസ് 1/2 ആണ്. ഈ സെറ്റിനകത്ത് ആ സെറ്റിലെ ഗ്രേറ്റസ്റ്റ് എലമെന്റും സ്മോളസ്റ്റ് എലമെന്റും ഉണ്ട്. ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഒരു സെറ്റിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും സുപ്രീമം അല്ലെ. അപ്പൊ S4ന്റെ സുപ്രീമം എന്ന് പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ, S is a non-empty set of R which is bounded below. S bounded below ആണ്. അങ്ങനെയാണെങ്കിൽ infimum of S എന്ന് പറയുന്നത് മൈനസ് ഓഫ് supremum of the collection minus S such that S element of U ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഒരു ബൗണ്ടഡ് ബിലോ ആയിട്ടുള്ള സെറ്റ് തന്നിരിക്കുന്നു. ബൗണ്ടഡ് ബിലോ എന്ന് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇൻഫിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു അഷുറൻസിന് വേണ്ടിയാണ് ബൗണ്ടഡ് ബിലോ എന്ന് തന്നിരിക്കുന്നത്. ഈ സെറ്റിന്റെ ഇൻഫിമം കണ്ടുപിടിക്കുന്നതിന് പകരം ഞാൻ എന്താ ചെയ്തത്? ആ സെറ്റിലെ എല്ലാ എലമെന്റ്സിന്റെയും നെഗറ്റീവ് എടുത്തു, ആ നെഗറ്റീവുകളുടെ സുപ്രീമം എടുത്തു, എന്നിട്ട് അതിന്റെ നെഗറ്റീവ് എടുത്തു. അപ്പൊ എനിക്ക് കിട്ടുന്നത് ഒറിജിനൽ സെറ്റിന്റെ ഇൻഫിമം ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് സെറ്റ് എസിന്റെ ഇൻഫിമം ആണ് W എന്ന് നമുക്ക് വിചാരിക്കാം. W എന്ന് പറയുന്നത് ഇൻഫിമം ഓഫ് S ആണ്. W ഇൻഫിമം ഓഫ് S ആയതുകൊണ്ട് W എസിന്റെ ഒരു ലോവർ ബൗണ്ട് ആയിരിക്കില്ലേ? സോ W വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു S ഫോർ എവറി S എലമെന്റ് ഓഫ് S. So this implies minus W will be greater than or equal to minus S for every S element of S. രണ്ട് സൈഡിലും ഞാനൊരു മൈനസ് സൈൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ W എസിന്റെ ഇൻഫിമം ആണെങ്കിൽ മൈനസ് W എന്ന് പറയുന്നത് മൈനസ് എസിന്റെ ഇൻഫിമം അല്ല, ലോവർ ബൗണ്ട്. W എസിന്റെ ലോവർ ബൗണ്ട് ആണെങ്കിൽ മൈനസ് W മൈനസ് എസിന്റെ അപ്പർ ബൗണ്ട് ആണ് എന്നാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇനി ഇൻഫിമം സുപ്രീമം എന്നുള്ളതിലേക്ക് വരണമെങ്കിൽ എന്തുകൂടി വേണം? ലീസ്റ്റ് എന്നുള്ള കാര്യവും കൂടി പ്രൂവ് ആയിരിക്കണം അല്ലെ. നമുക്ക് W ലോവർ ബൗണ്ട് ആണെന്ന് കാണിക്കണമെങ്കിൽ W-നേക്കാൾ വലിയ ഒരു T എടുത്താൽ അത് ലോവർ ബൗണ്ട് അല്ല എന്നല്ലേ കാണിക്കട്ടെ. സോ T ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു W എടുക്കുക. T ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു W എടുത്താൽ മൈനസ് T ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് W ആയിരിക്കും. ഓക്കെ, മൈനസ് T ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് W ആയിരിക്കും. മൈനസ് W ഈ സെറ്റിന്റെ മൈനസ് എസിന്റെ സുപ്രീമം ആണ്. മൈനസ് W മൈനസ് എസിന്റെ സുപ്രീമം ആയതുകൊണ്ട് മൈനസ് T മൈനസ് എസിന്റെ അപ്പർ ബൗണ്ട് അല്ല. മൈനസ് എസിന്റെ അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ മൈനസ് ടിനേക്കാൾ വലിയ ഒരു എലമെന്റ് മൈനസ് T വിൽ ബി ലെസ് ദാൻ an element S dash of minus S. Okay, S dash of minus S നേക്കാൾ ചെറുതാണ് മൈനസ് T. S dash of minus S എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാം? മൈനസ് T ലെസ് ദാൻ മൈനസ് S where S is equal to minus S dash എന്ന് പറഞ്ഞൂടെ? So this S will be an element of S. So minus T is less than minus S. Minus T is less than minus S implies T is greater than S where S element of S. അപ്പൊ ഞാൻ W-നേക്കാൾ വലിയ ഒരു T എടുത്തപ്പോ
ആ ടി എന്ന് പറയുന്നത് ഈ സെറ്റിലെ ഒരു എലമെന്റിനേക്കാൾ വലുതാണ് എന്ന് കിട്ടി. അപ്പൊ ഡബ്ല്യുവിനേക്കാൾ വലിയ ഒരു നമ്പർ എടുത്താൽ അത് ലോവർ ബൗണ്ട് അല്ല. ലോവർ ബൗണ്ട് അല്ല എന്ന് പറയുമ്പോൾ ഡബ്ല്യു ആണ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. സോ infimum of S is equal to minus supremum minus S such that S element of S. ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എയുടെയും ബിയുടെയും സുപ്രീമം അറിയാമെങ്കിൽ എ യൂണിയൻ ബിയുടെ സുപ്രീമം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സുപ്രീമങ്ങളുടെ സുപ്രീമമാണ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അതിന് ഞാൻ എയുടെ സുപ്രീമമാണ് യു എന്നെടുക്കുന്നു, ബിയുടെ സുപ്രീമമാണ് യു ഡാഷ് എന്ന് അസ്യൂം ചെയ്യുന്നു. ഇനി യു ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും കൂടി സുപ്രീമമാണ്. യു യു ഡാഷ് ഇതിൽ വലുത് ഏതാണോ അതിനെയാണ് ഞാൻ യു ഡബിൾ ഡാഷ് എന്ന് വിളിച്ചിരിക്കുന്നത്. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എ യൂണിയൻ ബിയുടെ സുപ്രീമം യു ഡബിൾ ഡാഷ് ആണ് എന്നാണ് എനിക്ക് കാണിക്കേണ്ടത്. ഓക്കെ, അത് കാണിക്കാനായിട്ട് യു ഡബിൾ ഡാഷ് ഒരു അപ്പർ ബൗണ്ട് ആണെന്ന് ആദ്യം കാണിക്കണം അല്ലെ. അപ്പർ ബൗണ്ട് ആണെന്ന് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സ് എലമെന്റ് ഓഫ് എ യൂണിയൻ ബി എടുക്കുക. എക്സ് എലമെന്റ് ഓഫ് എ യൂണിയൻ ബി എടുത്താൽ അതിൽ നിന്ന് എനിക്ക് എന്ത് പറയാം? എക്സ് ഒന്നുകിൽ എയിലെ എലമെന്റ് ആണ് അല്ലെങ്കിൽ ബിയിലെ എലമെന്റ് ആണ്. സോ എക്സ് എലമെന്റ് ഓഫ് എ ഓർ എക്സ് എലമെന്റ് ഓഫ് ബി. ഇനി എക്സ് എലമെന്റ് ഓഫ് എ ആണെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ആയിരിക്കും. എക്സ് എലമെന്റ് ഓഫ് ബി ആണെങ്കിലോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ഡാഷ് ആയിരിക്കും. അപ്പൊ എക്സ് ഒന്നുകിൽ യുവിനേക്കാൾ അല്ലെങ്കിൽ യു ഡാഷിനേക്കാൾ ചെറുതാണ്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും സുപ്രീമം എടുത്താൽ എന്തായാലും അതിനേക്കാൾ ചെറുതായിരിക്കുമല്ലോ. യു യു ഡാഷ് ഏതിനേക്കാളോ ഈ രണ്ടിൽ ഏതോ ഒരെണ്ണത്തിനേക്കാൾ ചെറുതാണ് എക്സ്. അപ്പൊ ഇതിന്റെ രണ്ടിനെയും കൂടി സുപ്രീമം എടുത്താൽ എക്സ് എന്തായാലും അതിനേക്കാൾ ചെറുതായിരിക്കും. സോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ഡബിൾ ഡാഷ്. സുപ്രീമം ഓഫ് യു യു ഡാഷിനെയാണ് നമ്മൾ യു ഡബിൾ ഡാഷ് എന്ന് വിളിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ എ യൂണിയൻ ബിയിലെ ഏത് എലമെന്റ് എടുത്താലും അത് യു ഡബിൾ ഡാഷിനേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് യു ഡബിൾ ഡാഷ് ഒരു അപ്പർ ബൗണ്ട് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഈ യു ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ് എന്ന് കൂടി കാണിക്കണം അല്ലെ. യു ഡബിൾ ഡാഷ് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ് എന്ന് കാണിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു യു ഡബിൾ ഡാഷ് മൈനസ് എപ്സിലോൺ എടുത്താൽ ഇത് അപ്പർ ബൗണ്ട് അല്ല എന്നാണ് എനിക്ക് കാണിക്കേണ്ടത് അല്ലെ. യു ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ യു ഡാഷിന്റെ സുപ്രീമം ആണല്ലോ. അപ്പൊ യു ഡാഷ് മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത് ഈ സെറ്റിന്റെ സുപ്രീമം അല്ലല്ലോ. ഈ സെറ്റിന്റെ സുപ്രീമം അല്ല എന്ന് പറഞ്ഞാൽ ഇതിലെ ഏതോ ഒരു എലമെന്റ് യു ഡബിൾ ഡാഷ് മൈനസ് എപ്സിലോണിനേക്കാൾ വലുതാണ്. അത് യു ആയിരിക്കാം, യു ഡാഷ് ആയിരിക്കാം. ഫൈനൈറ്റ് സെറ്റ് ആയതുകൊണ്ട് വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി ഞാനത് യു ആണ് എന്ന് വിചാരിക്കുന്നു. യു ഡബിൾ ഡാഷ് മൈനസ് എപ്സിലോൺ ഇസ് ലെസ് ദാൻ യു എന്ന് വിചാരിക്കുന്നു. ലെസ് ദാൻ യു ഡാഷ് കേസ് നമുക്ക് ഇതുപോലെ തന്നെ പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഇനീഷ്യലി നമ്മൾ ലെസ് ദാൻ യു എന്ന് വിചാരിക്കുന്നു. യു എയുടെ സുപ്രീമമാണ് അല്ലെ. യു ഡബിൾ ഡാഷ് മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത് യുവിനേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് യു ഡബിൾ ഡാഷ് മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത് എയുടെ അപ്പർ ബൗണ്ട് അല്ല. Therefore, there exists x element of A such that u double dash minus epsilon is less than x. There exists a particular x such that u double dash minus epsilon is less than x. ഈ x എവിടെയും ഉണ്ടാവും? A union B യിലും ഉണ്ടാവും അല്ലെ. So we got an x element of A union B such that u double dash minus epsilon is less than x, which means u double dash minus epsilon is not an upper bound of A union B. അപ്പോ u double dash എന്ന് പറയുന്നത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്, അതായത് സുപ്രീമം ആണ്. ഓക്കെ, അപ്പൊ രണ്ട് സെറ്റ് എയും ബിയും തന്നാൽ എ യൂണിയൻ ബിയുടെ സുപ്രീമം എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് സുപ്രീമം എ ആൻഡ് സുപ്രീമം ബി ആണ്. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. Thank you.